ഹലോ നമസ്കാരം. എൻ്റെ പേര് നിസാം മൂന്നിയൂരാണ്. ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കുള്ളൊരു പ്രോബ്ലമാണ് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു എന്നുള്ളൊരു റീസൺ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അഥവാ ഒരു പുതിയൊരു ലേണിംഗ് ടൂളാണ്, ഒരു സൈക്കോളജി ലേണിംഗ് ടൂളാണ്. അതിൻ്റെ പേര് ചെയിൻ മെത്തേഡ് എന്നാണ്. അഥവാ ഒരു ചോദ്യവും ഉത്തരവും അതുമായി കണക്ട് ചെയ്ത് മറ്റൊരു ഉത്തരം, ഈ രീതിയിൽ പോകുന്ന ഏകദേശം 100ഓളം ചോദ്യോത്തരങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ക്ലാസ് തുടർന്ന് കാണുന്ന സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് ഒന്ന് നോക്കുക. 2 തവണ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോവുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുകയാണ്. തുടക്കം 2004 ഇന്ത്യ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിക്ഷേപിച്ച ഉപഗ്രഹം എജുസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ വെച്ചാണ്. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മുട്ട നഗരം നാമക്കൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലോക അദാലത്ത് ആരംഭിച്ചത്. ലോക്പാൽ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയിലാണ് എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനം. സൈബർ ഫോറൻസിക് ലബോറട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ത്രിപുരയിലുള്ള ഒരു കൊട്ടാരമാണ് ഉജ്ജയന്ത കൊട്ടാരത്തിന് ആ പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച വർഷം 1921 സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത്. സിന്ധ് എന്ന പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് വന്നത്. ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22ാമതായി നിലവിൽ വന്ന സംസ്ഥാനം സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റ നദിയാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയ നദികളിൽ വെച്ച് ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി കുന്തിപ്പുയ സൈലന്റ് വാലിയിലൂടെയാണ് ഒഴുകുന്നത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര സ്മാരകം താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറിന്റെ ഒരു കൃതിയാണ് പോസ്റ്റ് ഓഫീസ് എല്ലാ ഗ്രാമങ്ങളിലും സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഗോവയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജില്ലകളുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായി വികലാംഗ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. ലോക വികലാംഗ ദിനം ഡിസംബർ 3, ഡിസംബർ 4 നാവികസേനാ ദിനം, ഡിസംബർ 5 മണ്ണ് ദിനം. ലോക മണ്ണ് വർഷം 2015 ലോക പ്രകാശ വർഷവുമായും ആചരിക്കുന്നു. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള രാജ്യം റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917 ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ 2ാമത്തെ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ ഇന്ത്യയിലെ 1ാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മദർ തെരേസയുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യയിലെ സന്തോഷ നഗരം എന്നറിയപ്പെടുന്നത്. സന്തോഷകാര്യ വകുപ്പ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ലോക കടുവാ ദിനം ജൂലൈ 29. 29ാമത്തെ അറ്റോമിക നമ്പറായ മൂലകം
ചെമ്പാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ലോഹം. ലോഹങ്ങളിലെ രാജാവ് സ്വർണം. സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്ന യൂണിറ്റ് കാരറ്റ്. ശുദ്ധമായ സ്വർണം 24 കാരറ്റ്. 24ാമതായി നിലവിൽ വന്ന ഹൈക്കോടതി ത്രിപുര ഹൈക്കോടതി. ത്രിപുര സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1972. 1972 നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേര് നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി. നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി നിലവിൽ വന്ന വർഷം 1934. 1934 ഗാന്ധിജിയുടെ 4ാമത്തെ കേരള സന്ദർശനം. ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചത്. 5ാമതായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച മലയാളി ONV കുറുപ്പ്. ONV കുറുപ്പിന്റെ ഒരു കൃതിയാണ് ഉപ്പ്. ഉപ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലെ വഡോദരയിലാണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. റെയിൽവേയെ പൊതുമേഖലയിലാക്കിയത് മേയോ പ്രഭുവിന്റെ കാലത്താണ്. റെയിൽവേ ബോർഡ് ആരംഭിച്ചത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത്. ഔറംഗസീബിന്റെ ഭാര്യയായ റാബിയ ദുരാനയ്ക്ക് വേണ്ടി ആരംഭിച്ച സൗധമാണ് ബീബി കാ മക്ബറ. ബീബി കാ മക്ബറയാണ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത്. താജ്മഹലിന്റെ മുൻഗാമി ഹുമയൂൺ ടോംബ്. താജ്മഹലിന്റെ പിൻഗാമി ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് ഹംപിയിലാണ്. ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ തെലുങ്ക്. തെലുങ്കിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം 2008. 2008 തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായി മാറിയത്. മഹാത്മാഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാര്യ. സി രാജഗോപാലാചാര്യയാണ് സേലത്തെ മാമ്പയം എന്നറിയപ്പെടുന്നത്. മാമ്പയങ്ങളുടെ ജന്മദേശം ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. മാഹി പുതുച്ചേരിയുടെ ഭാഗമാണ്. പുതുച്ചേരിയാണ് നിയമസഭ രൂപീകരിച്ച ആദ്യ കേന്ദ്രഭരണ പ്രദേശം. നിയമസഭ രൂപീകരിച്ച 2ാമത്തെ കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹി തന്നെയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. അപ്പം ഇവിടെ നമ്മൾ കുറേ ഇത് ഇനിയും ഒരുപാട് പോകും കേട്ടോ. അപ്പോൾ ഇതൊരു പാഷനാക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കണക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു റെഡിമെയ്ഡാണ്. ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓർഡറിൽ ചോദിച്ചാലും കിട്ടും, ഓർഡർ തെറ്റിച്ചാലും കിട്ടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ബസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതുമായി കണക്ട് ചെയ്തൊന്ന് ചിന്തിച്ചു നോക്കുക. ബസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നഗരം ചെന്നൈയാണ്. ചെന്നൈ തമിഴ്നാടിൻ്റെ തലസ്ഥാനമാണ്. അങ്ങനെ തമിഴ്നാടിനെ കുറിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലോട്ട് വരാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണ കൂടി ഒന്ന് റിവിഷൻ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണോ എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.